നമസ്കാരം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ വിജയപ്രതീക്ഷകളെല്ലാം തന്നെ അനുഭവത്തിൽ വന്നു ചേരുക, മത്സര രംഗങ്ങളിലെല്ലാം വിജയിക്കുക എന്നതൊക്കെ തന്നെ മെയ് മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസമേകുന്ന ഒരു ഘടകങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതികളൊക്കെ അപേക്ഷകൾ നൽകുന്നത് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും സെപ്റ്റംബർ ഒക്ടോബർ മാസകാലങ്ങളിൽ അവിടെ എത്തിച്ചേരുവാനും തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സംവിധാനവും ശാസ്ത്രീയ വശവും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയം കൈവരിക്കുക മാത്രമല്ല, ഓഗസ്റ്റ് മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ വർഷം വളരെയധികം ബുദ്ധിമുട്ടി പ്രയത്നിക്കുന്ന പല കാര്യങ്ങളിലും അതിജീവനത്തിന്റെ പാതയിൽ പ്രവർത്തിക്കുകയും അത് നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന പലർക്കും മെയ് മാസം മുതൽ അതിൽ നിന്നും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള വിഭ്രാന്തിയെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിനിണങ്ങാത്ത പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഇനി മുതൽ ജോലിയോടൊപ്പം തന്നെ ഭാവിയിലേക്ക് കൂടുതൽ ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും ഒരു വിദേശ ഭാഷ പഠിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും അതിലുപരി ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കർമ്മോത്സുകരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ജീവിതമാർഗത്തിന് വളരെയധികം നേട്ടമുണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രണയബന്ധത്തിന് അന്തിമ നിമിഷത്തിൽ മാതാപിതാക്കളിൽ നിന്നും അനുമതി ലഭിക്കുവാനും വിവാഹാദി മംഗളകർമ്മങ്ങൾ തൃപ്തികരമായുള്ള രീതിയിൽ നടക്കുവാനും സാധ്യതയുണ്ട്. ക്രമാനുഗതമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അതിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ദേഹക്ഷീണമുണ്ടോ എന്ന ധാരണയോടുകൂടി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനിടവരുമെങ്കിൽ പോലും സാംക്രമിക രോഗങ്ങളോ മുമ്പുണ്ടായിരുന്ന പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമോ ആയിട്ടുള്ള അസുഖങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധം എന്ന നിലയിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശ പര്യടനത്തിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ വന്നു പോകുവാനും മംഗളകരമായിട്ട് ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി മത്സര രംഗങ്ങളിൽ പങ്കെടുക്കുവാനും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും.
വിട്ടുവീഴ്ച മനോഭാവത്താൽ ഒരുപക്ഷെ വസ്തുതർക്കം പരിഹരിക്കുവാനും അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. അഭിപ്രായ സമന്വയ ചർച്ചകൾ അന്തിമ നിമിഷത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ളതുകൊണ്ടും ഗുണകരമായതുകൊണ്ടും സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും വന്നു ചേരുന്നത് വഴി കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്തു കരാർ എഴുതുവാനും ഡിസംബർ മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും അവസരം വന്നു ചേരും. സഹൃദയ സദസ്സിൽ വേണ്ടപ്പെട്ടവരെ അനുമോദിക്കാൻ അവസരം വന്നു ചേരും. പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളത് കൊണ്ട് 2 ആഴ്ചയോളം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ദേഹത്തിനും മനസ്സിനും ഒരേപോലെ ഊർജം സംഭരിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമുള്ള സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. കലാ, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ ഒരു മേഖല ജോലിയോടൊപ്പം അനുവർത്തിക്കുവാൻ തീരുമാനിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാനും പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.